പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം ചേച്ചി ഇത് കാണണ്ടേ എനിക്ക് പറഞ്ഞു ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്കുക. എന്ത് ഗുണം ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ചേർത്ത് പിടിക്കും. രേണു എന്താണ് സജിന ചേച്ചിയുടെ ഫോണിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, എന്നെ എന്താണ് കോട്ടയം പോലീസ് സ്റ്റേഷനിൽ, അവിടെയും ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വരുത്തുമെന്നോ വിളിക്കുമെന്നോ വരണോ എന്താ അങ്ങനെ എന്താണ് ചോദിച്ചത്. നീ എന്ത് ഭീഷണിപ്പെടുത്തുന്ന, നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞാൻ എന്റെ പൊന്നു പ്രേക്ഷകരെ, കുറച്ച് ദിവസം നമ്മൾ ഈ രേണുവിനെ ഒന്ന് തൊടാതിരുന്നപ്പോഴത്തേനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ പറയുന്ന രേണുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. അപ്പോഴും ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, തെറ്റുകൾ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് രേണു പറയുന്ന ഒരു കാര്യം, രേണുവിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നൊരു കാര്യം. ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കളിക്കുകയാണ്. അത് ഞാൻ മുട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിട്ടോണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രീധുവിന്റെ ഒരു വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്റെ പ്രേക്ഷകർക്കും അറിയാം, ഈ ശ്രീധു അതോടൊപ്പം തന്നെ ഈ സജ്ന, ഇവർ രണ്ടുപേരും ഈ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളവരുമാണ്. അവർക്ക് നല്ല രീതിയിലുള്ള വിമർശനം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അതായത് പണപ്പിരിവ് നടത്തി, ഏതോ ഒരു ലേഡിയാണ് പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അത് ഈ പറയുന്ന ഈ രേണുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പണപ്പിരിവ് നടത്തിയേ എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംശയിച്ചത് സജിനയാണ്. അപ്പൊ ആ സജിനയെ സംശയിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടൻ ജാസി പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. തീർച്ചയായിട്ടും. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്. ഈ കാണുന്ന രേണു അല്ല, പക്ഷെ രേണു ചേച്ചിനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ അടുത്തും കൂടെ രേണു ചേച്ചിന്റെ വീട്ടില് രേണു ചേച്ചിക്ക് ഈ അസുഖം പറഞ്ഞിട്ട് പോലും കുറെ ഒരു യൂട്യൂബർ പോയിട്ട് എന്താണത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ? വീട്ടിൽ പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രൈവസി വേണ്ടേ? എന്താ ഒരു എല്ലാ വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വളരെ മോശം. എനിക്ക് രേണു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു, ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്കുക. എന്ത് ഗുണം ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊന്നും ഇതുവരെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ പോലും ഈ രേണു ചേച്ചിന്റെ ഇത് എല്ലാവരും ക്യാൻസർ ആണ് വീഡിയോസ് ഇട്ട സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. രേണു ചേച്ചി ഇന്ന വരെ അത് റിവീൽ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഇവിടെ ഈ ജാസി കുണ്ടൻ പറയുന്നത് കേട്ടില്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. രേണുവിനെ പലരും അറ്റാക്ക് ചെയ്തിരുന്നു. അതായത് രേണു ചെയ്ത പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് രേണുവിനെ വിമർശിച്ച സമയത്തും രേണുവിന് സപ്പോർട്ടുമായിട്ട് എത്തിയ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന സജിന എന്ന് പറയുന്നത്. എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് അവർ എത്ര കമന്റ് ഇട്ടിരിക്കുന്നു, എന്റെ പ്രേക്ഷകർ ഈ സജിനയുമായിട്ട് എത്ര മല്ലു പിടിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ രേണു കാരണം ബിഷപ്പുമായിട്ട് സംസാരിക്കുകയും ഒടുവിൽ ബിഷപ്പ് ഈ പറയുന്ന സജിനയ്ക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ തുടങ്ങി രേണുവിന് വേണ്ടി എന്താ പറയുക, സ്വന്തം ജീവൻ കളയുന്ന പോലെയായിരുന്നു ഈ സജിന നിന്നിരുന്നത്. അപ്പോൾ ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ രേണുവിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ലൈവിൽ ഈ രേണുവിന്റെ കൂടെ ഈ സജിന സംസാരിച്ചതൊക്കെ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഫ്രണ്ടായിട്ട് വന്നിട്ടുള്ള ഈ കുണ്ടൻ ജാസി ഇപ്പം അവര് കുറ്റക്കാരാണ് എന്ന രീതിയിൽ പ്ലേറ്റ് അങ്ങോട്ട് മറിച്ചു. എന്നാൽ ഇവിടെ രേണു ഇതാരാണ് ചെയ്തത്, ഇല്ല ഇങ്ങനെ പണം പിരിക്കുന്നത് ആരാണ്, ആ ലേഡി എന്നുള്ള പേര് പറഞ്ഞു കൊടുക്കാതെ ഇവരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറ്റക്കാര് ഫസ്റ്റ് നമ്പർ വരുന്നത് സജിന. രണ്ടാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീധു. ആദ്യം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഈ സജിന വീഡിയോ ഇട്ടിട്ട് സജിന ഇവരെ വിളിക്കുകയുണ്ടായി. അതായത് രേണു വിളിച്ചു, കിട്ടാഞ്ഞത് കൊണ്ട് ഈ ചേച്ചിയെ വിളിച്ചു. അങ്ങനെ അവരാരും ഇതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു എന്ന് സജിനയുടെ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുകേഷ് നായർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഈ രേണുവിന്റെ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട്, ഏതോ ലേഡി പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് വീഡിയോ ഇടുകയും അതിന്റെ അകത്ത് ഈ രേണുസുതി പോയി താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ ഇങ്ങനെ കമന്റ് ഇട്ട ആൾ ഈ സജിന പറഞ്ഞ സമയത്ത് സജിനയോട് ഇന്ന ആളാണ് എന്ന് പറയണമായിരുന്നു. സജിന പലപ്പോഴായിട്ട് വിളിച്ചു എന്ന് പറയുന്നുമുണ്ട്. വിളിച്ച് ഈ കാര്യം തിരക്കിയപ്പോൾ, കാരണം സോഷ്യൽ മീഡിയയിൽ ഇവരെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഇവരാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടാതിരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ രേണുവിന് കൃത്യമായിട്ടും ഇവരല്ല ഇന്ന ആളാണ് എന്ന് പറയാമായിരുന്നു. ഒടുവിൽ ഈ സജിന ആ കാര്യവും വെളിപ്പെടുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണെന്നും ഇവർക്ക് പരിചയമുള്ള ആളാണ് അതൊന്നും സജിന പറയുന്നുണ്ട്. പക്ഷെ സജിന പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാര്യം നേരെ പോകുന്നത് ആരിലേക്കാണ്? ശ്രീധുവിലേക്കാണ്.
ശ്രീതുവിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീതു പറയുന്ന ഒരു കാര്യവുമുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുപോയി. കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ അനുഭവിച്ച കുറെ വേദനകളുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൺസിഡർ ചെയ്തിട്ടാണ് രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം കുറെ കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സൈലന്റ് ആയിരുന്നു. എല്ലാവരും പെർഫെക്റ്റ് എന്നല്ലല്ലോ ഈ പറയുന്നത്, നമുക്ക് മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് മൈൻഡ് ആക്കാറങ്ങ് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ കുറച്ച് ഭയങ്കര ഓവറാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് പറയുന്നൊന്നും വിചാരിക്കരുത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇത് നടക്കുന്നത്. അതാണ് അതിലും വലിയ ഒരു കുഴപ്പം. നമുക്കൊക്കെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റ് ഉറങ്ങാതിരുന്ന ദിവസങ്ങളുണ്ട്. ശരി, 1, 2 അല്ല, എത്രയോ ദിവസങ്ങളുണ്ട്. എത്രയോ രേണുവിന് വേണ്ടി പോസിറ്റീവ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നമ്മളെ പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. നൈറ്റ് 2, 3 മണിക്കൊക്കെ വിളിച്ച് ഫോൺ വിളിച്ച്. ശരിയാണ്, ഇവർ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ വീഡിയോക്കാരും എടുത്തിട്ട് ഇവരെ അലക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല കമന്റില് ഇവർക്ക് ഇഷ്ടം പോലെ അടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇവർ പറഞ്ഞത് കറക്റ്റാണ്. ഇവരതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി. പക്ഷേ അങ്ങനല്ല ചെയ്തത്. അസുഖമായിട്ടിരിക്കുകയാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. അസുഖം ആരെയും പുണ്യവതിയും പുണ്യവാദിച്ചികളും ഒന്നും ആക്കത്തില്ലല്ലോ, ഇല്ലേ? അതുകൊണ്ട് തന്നെ രേണു ചെയ്ത കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. ബാക്കി 3 മണിക്കൊക്കെ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഞാൻ സജിൻ ചേച്ചി തമ്മിൽ. കാരണം നമുക്കെതിരെ വരുന്ന ഈ ഒരു സാധനം അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എല്ലാം വെറുതെ ആയിരുന്നു, ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇതോടെ ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടാൻ കാരണം ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ കൊള്ളേണ്ടവർക്കും കൊള്ളും, കുറച്ച് സെലിബ്രിറ്റികൾക്കും കൊള്ളും. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ഡേയ്സ് മുന്നേ ഞാൻ തോന്നുന്നു ഞാൻ ഈ പറയുന്ന ആഷിയാണോ ജാസിയാണോ ആ പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. ഓക്കെ, ഒരു വീഡിയോ. പെണ്ണൊന്നുമല്ല, ആണാണ്. മണിയും തൂക്കി നടക്കുന്ന ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. അവനെ ഒന്ന് പെണ്ണിന്റെ കൂട്ടത്തിൽ കൂട്ടല്ലേ. ഓക്കെ. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച്, അതായത് സജിൻ ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് രേണു എന്താണ് സജിൻ ചേച്ചിയുടെ ഫോണിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, എന്നെ എന്താണ് കോട്ടയം പോലീസ് സ്റ്റേഷനിൽ, അവളെയും ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വരുത്തുമെന്നോ വിളിക്കുമെന്നോ വരണോ എന്ന് അങ്ങനെ എന്താണ് ചോദിച്ചത്. നീ എന്ത് ഭീഷണിപ്പെടുത്തുന്ന? അല്ല, രേണു വയ്യാതിരിക്കുമ്പോഴും ഈ ഭീഷണിപ്പെടുത്തുകയാണ്. കാര്യം എന്താണ്? ഈ സജിനെ കുറ്റപ്പെടുത്തി ഈ കുണ്ടൻ ഇട്ടതിന് മറുപടിയായിട്ടാണ് ഈ ശ്രീതു ഇട്ടത്. അപ്പൊ ശ്രീതുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്? രേണു. എന്താണിത്? ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ ഈ ശ്രീതു ഒക്കെ. ഇപ്പൊ എന്തായാലും അസുഖമൊക്കെയാണ്, ആരും നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളുടെ ഒരു കാര്യം എടുത്തു പറയാനോ വരുന്നില്ല. രേണുവിന്റെ ചികിത്സയുമായിട്ട് പോകുന്ന വഴിക്കൂടെ എന്തിനാണ് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരാണ്. നമ്മളൊക്കെ എന്താ പറയുക, നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളവരാന്ന് പറയാം. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. വരണോ എന്ന് അങ്ങനെ എന്താണ് ചോദിച്ചത്. നീ എന്ത് ഭീഷണിപ്പെടുത്തുന്ന? നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞാൻ അവൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ട് നിനക്കെന്താണ്? ഞാൻ എന്റെ ഫ്രണ്ട് സജിനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പൊ നിന്റെ ഫ്രണ്ട് സജിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണല്ലോ ഈ പറഞ്ഞ ആഷിയോ ജാസി ആരായാലും. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? നീ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നീ അവിടെ സജിൻ ചേച്ചിയാണ് നീ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നീ അത് ചെയ്തില്ല, അത് നീ മനസ്സിലാക്കില്ല. നിനക്ക് അതിനെക്കാട്ടിലും വരെ ഇത്രയും ദിവസം ഈ 3 വർഷം സോഷ്യൽ മീഡിയയിൽ കടന്ന ഫുള്ള് നെഗറ്റീവ് ഇമേജ് എല്ലാം മാനസികമായിട്ട് സജിൻ ചേച്ചിയെക്കാളും വലുത് നിനക്ക് അവിടെ ഈ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന അവളാണ്. അപ്പോ അതുകൊണ്ട് നീ എന്നെ എന്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വരുത്തുന്നു? നീ വരുത്ത സ്റ്റേഷനിൽ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോ സെലിബ്രിറ്റികളെല്ലാം ഈ രേണുവിനെ സഹായിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. ഈ രേണുവിനൊരു കഷ്ടം വന്നെന്ന് പറയുന്നുണ്ടല്ലോ ഈ ശ്രീതുവും പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ കാണിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ഷൻ വീഡിയോക്കാരും അതോടൊപ്പം തന്നെ കമന്റിലും ഒക്കെ ഈ രേണുവിനെതിരെ വന്ന സമയത്ത് ഇവർ സപ്പോർട്ടുമായിട്ട് എത്തിയ സമയം ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഈ പറയുന്ന ജാസി ആയിക്കോട്ടെ ഒരുത്തരും ഇല്ലായിരുന്നു, അന്ന് ഇവരെ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് രേണുവിന് സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് പിരിവിന് വരുന്നു. അത് മാത്രമല്ല കുറച്ച് പേര് സപ്പോർട്ടുമായിട്ട് വരുന്നു. അന്നേരമെല്ലാം ഈ പറയുന്ന ലേഡി ഒരാള് ഈ രേണുവിനെ അറിയുന്നവരാണ് പിരിക്കുന്നത് എന്ന രീതിയിൽ സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഇതിനകത്ത് ഈ പറയുന്ന മുകേഷ് നായർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വരെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു പിരിവ് നടക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത്. ഈ രേണുവിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണ് ഇത് കൊണ്ട് ദ്രോഹം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ബാക്കി. അപ്പോ അതുകൊണ്ട് നീ എന്നെ എന്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വരുത്തുന്നു? നീ വരുത്ത സ്റ്റേഷനിൽ എനിക്ക് ഇപ്പോഴും പബ്ലിക്കിന്റെ അടുത്തും ഈ പറഞ്ഞ മീഡിയ അടുത്തും പറയാനുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. ശ്രീത് പേടിച്ചു ഓടുന്ന വ്യക്തിയല്ല. കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, എന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പല കാര്യങ്ങളും ശ്രീതുവിന്റെ കയ്യിലുണ്ടെന്നാണ് ശ്രീതു പറയുന്നത്. ശ്രീതു ഇതുവരെയായിട്ടും അതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീതു പറയുന്നു എന്റെ തെളിവുകൾ ഉണ്ടെന്നൊക്കെ. ഓക്കെ, എന്തായാലും ഇപ്പൊ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുകയാണ് രേണു. പക്ഷെ ഞാൻ പറയുന്നു, രോഗം ആരെയും പുണ്യവാനും പുണ്യവാദികളും ആക്കത്തില്ല. അത്
കറക്റ്റ് ആണ്. ഒരു വീഡിയോ ഞാൻ ആഷി കിട്ടെന്ന് പറഞ്ഞിട്ട് സോറി കേട്ടോ, എനിക്ക് ആഷി ജാസിയാണോ സോറി ജാസിയാണെന്ന് തോന്നട്ടാ അന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റേഷനിൽ വരുത്തുന്നു. അയ്യോ വലിയ കോമഡി. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി, കാരണം നീ പറഞ്ഞ വീഡിയോ ആ ഒരു വോയിസ് എനിക്ക് ഇന്നലെ കേൾക്കാനാണ് സാധിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ നല്ല റിയാക്ട് ചെയ്താനുള്ള മറുപടി ഞാൻ തരുമായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ്, പൈസ കാര്യങ്ങൾ, ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. നമ്മളെല്ലാവരും വെയിലത്ത് നമ്മുടെ ഹസ്ബൻഡ് ആയാലും നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഒരു 500 രൂപയും കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ അത് എത്തട്ടെ. ഈ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, നമ്മളൊക്കെ ദൈവം എത്രത്തോളം മാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ വച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. ഇത് അങ്ങനെ, അതായത് ഇപ്പോഴും ഒരു സഹായം കിട്ടാതെ അങ്ങനെ നിൽക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. കാരണം രേണുവിനെ സംബന്ധിച്ച് രേണുവിനെ ഹെൽപ്പ് ചെയ്യരുതെന്ന് ഞാൻ പേഴ്സണലി പറയുന്നതല്ല. ഇപ്പോൾ കുറെ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. രേണുവിന് എന്ത് വന്നാലും അല്ലെങ്കിൽ എന്ത് ചികിത്സാ സഹായങ്ങളാലും അവരെ ഹെൽപ്പ് ചെയ്യും, അവരത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നമ്മുടെ സെലിബ്രിറ്റികളും കൂടാതെ ഇതുവരെ ഇല്ലാത്ത കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടട്ടെ. നമുക്ക് ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആരും സഹായത്തിനില്ലാത്തവർക്കോ ഹെൽപ്പ് ചെയ്യാം. അത് ദൈവം തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾക്ക് നമുക്ക് തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോക്ക് താഴെ വന്ന ആരും രേണുവിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒന്ന് പറയരുതെന്നൊന്നും നിങ്ങൾ പറഞ്ഞു കളയരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ദിവസം നെഗറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നിന്നത് നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇവിടെ ശ്രീതു പറയുന്നത് ശരിയാണ്. കാരണം ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ സെലിബ്രിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ പാവം പിടിച്ച കുറെ പേരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, RCCയിലോട്ടൊന്ന് പോയി നോക്കണം, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടും പോയി നോക്കണം. ഒരു നേരത്തെ ആഹാരം പോലും മേടിക്കാൻ കഴിയാതെ ഈ രോഗത്താൽ മല്ലിടുന്ന എത്രയോ പേരുണ്ട്. അവരെ ഒന്നും ആരും കാണത്തില്ല. ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ രേണുവിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആൾക്കാർ സഹായിക്കാനായിട്ട് ഓടി വരും. ഇപ്പൊ വേണ്ട സായി ഒരു AC ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പാവങ്ങളുണ്ട്, അവരെ ആരെങ്കിലും ഇവൻ നോക്കുന്നുണ്ടോ? ഇവൻ പറയുന്നത് 48 വീഡിയോ അവർക്കെതിരെ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ സഹായിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ ബാക്കി എത്ര പേർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇവൻ പണ്ട് മറ്റേ എന്താ പറയുക, പിന്നെ അച്ചായൻസ് ഗോൾഡിലെ അച്ചായൻസ് ഒരു ക്യാൻസർ രോഗിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഫേക്ക് ആണെന്ന് പറഞ്ഞവൻ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഇന്ന് വരെ ഇവൻ നോക്കിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഇവൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടാകത്തില്ലേ? അപ്പൊ ഈ സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും ചെയ്താലേ എന്താണ് ഫേമസ് വരത്തുള്ളൂ. അതാണ് ഇത്രയും ദിവസം കൂടെ നിന്നിട്ടും ഒരു പുല്ല് വില പോലും തരുന്നില്ല എന്നുള്ള ആ ഒരു സാധനം എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഇനി എന്താണ് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ്. റിലേറ്റഡ് ടു രേണു ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസ്, കണ്ടന്റ്സ് അല്ലെങ്കിൽ എന്ത് തന്നെയാലും ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. കാരണം ആരെയും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ നോക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പൊ സഞ്ജയ് ചേച്ചി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത്രയെങ്കിലും പറയണം തോന്നി. ഇവിടെ ശ്രീതു പറഞ്ഞതിനോട് എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴായിട്ട് രേണുവിന്റെ കഷ്ട സമയത്തും ഈ പറയുന്ന ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തതാണ്. ഒടുവിൽ ഇപ്പോൾ ഇവരെ വേണ്ട, വലിയ വലിയ സെലിബ്രിറ്റികളെ മതി, ഈ ജാസിയെ പോലെയുള്ളവന്മാരെ മതി. ഇവര് അവർക്ക് വേണ്ട. ഇപ്പോ വേണ്ടാന്ന് മാത്രവുമല്ല, ഇവരാണ് പണപ്പിരിവ് നടത്തുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ സോഷ്യൽ മീഡിയക്ക് ഇട്ടും കൊടുത്തു. എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നു പ്രേക്ഷകരെ? ഞാനിപ്പോഴും പറയുന്നു, അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും പുണ്യവാന്മാരും പുണ്യവതികളും ആകുന്നില്ല. രേണു ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയവർ എല്ലാവരും ഈ പറയുന്ന കുറെ പേരുടെ മുമ്പിൽ കൊള്ളരുതാത്തവരായിട്ടുണ്ടായിരുന്നു. ഇവര് പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ശ്രീതുവും അതോടൊപ്പം തന്നെ സജീനയും പിന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയാ, ഞങ്ങളൊക്കെ കഴുകന്മാരാണ്, ഞങ്ങളൊക്കെ ഇപ്പോൾ സമാധാനമായില്ലടാ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയണം, ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നായ, അവന് എന്റെ അമ്മയ്ക്കും ഒക്കെ കയറി വിളിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. മോനെ സുരേന്ദ്ര, നീ സുഖമായിട്ടിരിക്കുന്നില്ലയോ? പറ്റുമെങ്കിൽ നീ ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ ഫോൺ നമ്പറോ അല്ല നിന്റെ അഡ്രസ്സോ ഒന്ന് ഇട്ടേക്കണം കേട്ടോടാ. നീ നല്ലവനാ, നീ നല്ലവനാ മോനെ. നീ പലരെയും വിളിച്ചിട്ടുണ്ട്, അതുലിനെ വിളിക്കുന്ന കേട്ടു, പിന്നെ എന്നെ വിളിക്കുന്ന കേട്ടു, പിന്നെ പലരെയും നീ ഇങ്ങനെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്ന കേട്ടു. നീ വിമർശിച്ച് വാക്കുകൊണ്ട് വിമർശിച്ചായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ കയറി കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ടല്ലോടാ മോനെ. കൊള്ളാം നീ. അപ്പൊ നീ കൊള്ളാം, നല്ലതാ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും